പ്രിയ സഹോദരങ്ങളെ, നാളെ മുതൽ നാം 15 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനായി ഒരുങ്ങുന്ന പുണ്യ ദിനങ്ങളാണിത്. ക്രൈസ്തവ ജീവിതത്തിൽ നോമ്പിനും പ്രാർത്ഥനയ്ക്കും വലിയ സ്ഥാനമാണുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 15 ദിവസം നോമ്പെടുക്കുന്നത് എന്ന് ആദ്യം അറിയണം. ഇതിന്റെ ആത്മീയ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും കൃതജ്ഞതയും നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി പരിശുദ്ധ അമ്മയാണ്. ഈ ലോകത്തിലെ തന്റെ ജീവിതം അവസാനിപ്പിച്ച് പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് സ്വർഗാരോപണ തിരുനാൾ. നമ്മൾ എല്ലാ വർഷവും ആഗസ്റ്റ് 15-നാണ് സ്വർഗാരോപണ തിരുനാളെ ആഘോഷിക്കുന്നത്. ആ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനാണ് ഈ ദിവസങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും വഴി നാം ഒരുങ്ങുന്നത്. നോമ്പെന്നാൽ ഉപവാസം മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പുണ്യപ്രവൃത്തിയാണ്. ദുശീലങ്ങൾ ഉപേക്ഷിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിനയവും ദൈവഹിതത്തിന് കീഴടങ്ങാനുള്ള മനസ്സും നമ്മുടെ ജീവിതത്തിലും പകർത്തിയെടുക്കാൻ ഈ 15 ദിവസങ്ങൾ നമ്മെ സഹായിക്കും. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയോട് അത് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിപ്പിച്ചത് അമ്മയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനക്കുറവോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ അടുക്കലെത്തിക്കാൻ ഈ നോമ്പുകാല പ്രാർത്ഥനകൾക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ വഴിയായി വരുന്ന ഒരു യാചനയും ഈശോ തള്ളിക്കളയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നോമ്പ് വെറുമൊരു ചടങ്ങായി മാറരുത്. ഈ 15 ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് ജപമാല ചൊല്ലാം, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. സാധുക്കളെ സഹായിക്കാനും ഇതിനിടെ നാം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാതൃക അനുസരിച്ച് ജീവിച്ച് ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് കാരണമാകട്ടെ. ഓഗസ്റ്റ് 1 മുതൽ 15-ാം തീയതി വരെയാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭകളിൽ ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത്. വെറുമൊരു ഉപവാസമോ ഇറച്ചിയും മീനും ഒഴിവാക്കലോ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ തിന്മകളെ മാറ്റിവെക്കൽ കൂടിയാണ് നോമ്പ്. ദേഷ്യം, അസൂയ, പരദൂഷണം എന്നിവ ഉപേക്ഷിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഈ 15 ദിവസങ്ങൾ നമ്മെ സഹായിക്കണം. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയൊരു നോമ്പാചരണം നമുക്കില്ല. പരിശുദ്ധ അമ്മയുടെ മാതൃക അനുസരിച്ച് വിനയമുള്ളവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായി ജീവിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് പ്രചോദകമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഈ നോമ്പുകാലം നമുക്കൊരുമിച്ചായിരിക്കാം. നോമ്പിനോടനുബന്ധിച്ചുള്ള ജേനീസ് മീഡിയയുടെ പരിശുദ്ധ അമ്മ പഠന പരമ്പര നാളെ തുടങ്ങുകയാണ്. എല്ലാവർക്കും നല്ലൊരു നോമ്പിന്റെ ആശംസകൾ നേരുന്നു.